ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് ആണ്. അവിടെ വാർഷികാഘോഷങ്ങൾ. സുനിഷ അയ്യല്ലൂരും സംഘവുമുണ്ട്. തിരുവനന്തപുരം ബ്യൂറോയിലെ വാർഷികാഘോഷങ്ങൾ. ഞങ്ങളുടെ ഓരോ റീജിയനുകളിലും ഓരോ ബ്യൂറോകളിലും 14-ാം വർഷത്തേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചെറിയ ആഘോഷങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളും ചേരുകയാണ്. സുനിഷ അയ്യല്ലൂരുണ്ട്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഈ 14-ാം വാർഷികാഘോഷങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സുനിഷ, ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയാണ്? എല്ലാ നമ്മുടെ പ്രതിനിധികളും അവിടെ ഉണ്ടോ? ഫീൽഡിലൊക്കെ പോയവരൊക്കെ തിരിച്ചെത്തിയോ? എപ്പോഴാണ് കേക്ക് കട്ടിംഗ്? അരുൺ, റിപ്പോർട്ടർ ഏതായാലും 14-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് അതൊട്ടും കുറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ആവേശവും തിരുവനന്തപുരത്തുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളെ രണ്ടുപേരെയൊക്കെ യാത്ര അയക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം കൂടി ഇവർക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇവിടെ ഒരു കേക്ക് പിറന്നാൾ കേക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. മറ്റൊരു കേക്ക് എന്തിനാണ്? 2 കേക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ കോട്ടയം ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തിൽ വയനാട് ബ്യൂറോയിലേക്ക് പോവുകയാണ്. ഏതായാലും വിഷ്ണു ഇവിടെ നിന്ന് ഡെസ്കിലേക്ക് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ യാത്ര അയക്കുന്നത് സന്തോഷം കൂടി ഇവർക്കുണ്ടോ എന്നൊരു സംശയം ഏതായാലും ഉണ്ട്. എന്തായാലും ഞങ്ങൾ ആഘോഷം, ഈ പിറന്നാൾ ആഘോഷം അടിപൊളിയാക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിങ്ങിന് പോയവരും എല്ലാവരും തന്നെ കറക്റ്റ് സമയത്തേക്ക് ഓടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആഘോഷം ഗംഭീരമാക്കുകയാണ്. പ്രസേട്ടാ, ഇതെല്ലാം കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. 2 കേക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ സുനിഷ പറഞ്ഞതുപോലെ ഈ നമ്മുടെ വാർഷികാഘോഷ ദിവസം തന്നെയാണ് ഇവർക്ക് 2 പേർക്കും പിന്നെ യാത്രയപ്പും കൂടി ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ഗംഭീരമായി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാ റിനു ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളമല്ല, എന്താണ് സവനപ്പ് ഒഴിക്കുന്നുണ്ട്. കേക്ക് 2ഉം റെഡിയാണ്. പക്ഷേ അടിപൊളി ആഘോഷമാണ്. 14-ാം ആഘോഷം തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോ തകർക്കുകയാണ് അല്ലേ? അതെ, തകർക്കാണ്. അത് അപ്പുറം അഭിനന്ദനം. പൊളിയായിരിക്കും. സുനിഷ പറഞ്ഞതുപോലെ സുനിഷയെ പറഞ്ഞു വിടുന്നതിന് സന്തോഷമൊന്നുമില്ല, ദുഃഖമേ ഉള്ളൂ. സുനിഷയും സബിനൊക്കെ നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ട് ഓടിച്ചാടി നടന്നവരാണ്. അവർ തൽക്കാലത്തേക്ക് മാറുന്നു. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഈ ആഘോഷത്തോടൊപ്പം ചെറിയൊരു ദുഃഖം കൂടിയുണ്ട്. സുനിഷ പറഞ്ഞതുപോലെ സുനിഷ ചെറിയ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല, ബാക്കി നമ്മുടെ ടീംസൊക്കെ ഉണ്ട്. സുനിഷ പോകുന്ന ഒരു സങ്കടമാണ് പറഞ്ഞു പറയിപ്പിച്ചതെന്ന് തോന്നുകയും ചെയ്യരുതെന്ന് സുനിഷ പോകുന്നത് ഭയങ്കര സങ്കടമാണ്. കാരണം സുനിഷ ഈ ബ്യൂറോയിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ഒരാളാണ്. ശ്രീജിത്ത് തിരുവനന്തപുരത്തേക്ക് എത്തിയതിന്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കേക്ക് മുറി ആഘോഷത്തിലേക്ക് പോകാം. സുനിഷ, സാധാരണ 14 എന്ന് പറഞ്ഞാൽ 14 ഉച്ചയല്ല, 14-ാം രാവാണ് പ്രധാനം. ഇത് വൈകുന്നേരവും ഗംഭീരമായ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? കേക്ക് റെഡി ആയിരിക്കും സാറേ. തീർച്ചയായിട്ടും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു കാലതാമസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഉച്ച മുതലേ ആഘോഷം തുടങ്ങിയത്. ഏതായാലും രാത്രി അതിലും ഗംഭീര ആഘോഷമായിരിക്കില്ല. 14 രാവാണ് ആഘോഷിക്കുന്നത്. തകർക്കും. ഉഷാറാക്കും. 14 മണിക്കൂർ. ഞങ്ങൾ 14 അല്ല 16 മണിക്കൂർ ആഘോഷമാക്കാൻ പോവുകയാണ്. ഏതായാലും നാളത്തേക്ക് പാക്കേജ് വേണ്ടേ? ഹാപ്പി ബർത്ത്ഡേ റിപ്പോർട്ടർ. റിപ്പോർട്ടർ ടിവിയുടെ 14-ാം വാർഷികാഘോഷങ്ങൾ സജീവമാക്കി തിരുവനന്തപുരം ബ്യൂറോ ആഘോഷങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. TV പ്രസാദ്, അല്ലമീൻ, റോഷിപാൽ, ശ്രീജിത്ത്, സുനിഷ അയ്യല്ലൂർ, അഷിൻ, അർച്ചന, ഒപ്പം ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകളും ഡ്രൈവർമാരും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും തിരുവനന്തപുരത്ത് റിപ്പോർട്ടറിൻ്റെ 14-ാം വാർഷികാഘോഷങ്ങൾ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് ആഘോഷിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏറെ ശ്രദ്ധേയമായ ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകളടക്കമാണ് പ്രേക്ഷകരിലേക്ക് വന്നത്. നമുക്കൊപ്പം TV പ്രസാദും ശ്രീജിത്തുമുണ്ട്, ഒപ്പം സുനിഷ അയ്യല്ലൂരുമുണ്ട്. TV പ്രസാദ് ഇന്ന് തന്നെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ഇത് യാത്ര അയക്കുന്നവർക്കുള്ള ഉപഹാരങ്ങളാണ് നൽകുന്നത് TV പ്രസാദ്. പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കുമൊക്കെ മാറിപ്പോകുന്ന വീഡിയോ ജേർണലിസ്റ്റിനും ഒപ്പം സുനിഷ അയ്യല്ലൂരിനുമുള്ള യാത്രയപ്പ് കൂടിയാണ്. TV പ്രസാദ്, അവിടെ പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർമാരുടെ സംഘം ഉണ്ടല്ലോ അല്ലേ അടുത്ത്? നമ്മുടെ പൈലറ്റുമാർ കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട്. ഇതാ നമ്മുടെ സാരഥികളൊക്കെ എല്ലാവരും ഒന്ന് ഇതാ എല്ലാവരും ഇവിടെ. നേരത്തെ മുതലേ തന്നെ ഞങ്ങൾ ആഘോഷം തുടങ്ങിയിരുന്നു. പക്ഷേ ഇതാ ചേച്ചിയൊക്കെ ഫുള്ള് ആഘോഷത്തിൻ്റെ ഒരു സെറ്റിൽ നിൽക്കുകയാണ്. ഞങ്ങൾ സുനിഷ തിരുവനന്തപുരം ബ്യൂറോയിലെ ശ്രീജിത്താണോ പാട്ട് പാടുന്നത്? ശ്രീചേട്ടൻ പാട്ട് പാടുമോ?
ശ്രീതേട്ടൻ പാട്ട് പാടിയ ഞങ്ങളെല്ലാവരും പാടുപെടും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ ആർക്കെങ്കിലും പാട്ട് പാടണോ? റിപ്പോർട്ടറിനുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. ഓക്കെ, താങ്ക് യു സുനിഷ. തിരുവനന്തപുരം അല്ലമീൻ പാട്ട് പാടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബ്യൂറോയിലെ ഞാൻ ഇങ്ങനത്തെ വേദികളിലൊന്നും പാട്ട് പാടാറില്ല. അത് വേറെ വലിയ വേദികളാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇവിടെ പാടി ഞാൻ നിലവാരം കളയാനില്ല. തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പാട്ട് പാടാം. ഞങ്ങൾ ഡെസ്കിൽ നിന്ന് എഡിറ്റോറിയൽ ടീം. ഉണ്ണി ബാലകൃഷ്ണൻ തയ്യാറല്ലേ? നമ്മളെന്ന് ഉദ്ദേശിച്ച് നമുക്ക് വേണ്ടി പാടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ത്രിലോക് ബാൻഡാണ്. റെഡിയാണ്.